ഹായ്, ജുനൈദാണേ. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദുബായിൽ ഒരു പ്രൈവറ്റ് വ്യക്തി ഒരു കുറേ കാർ കളക്ഷൻ ഉണ്ട് കേട്ടോ പുള്ളിയുടെ കയ്യിൽ. പുള്ളി പഴയ വിൻറ്റേജ് കാർ കളക്ഷൻസ് എന്ന് തന്നെ പറയാം. ഒരുപാട് വിൻറ്റേജ് കാർ കളക്ഷൻസ് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പം ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. അദ്ദേഹത്തിൻ്റെ ഓൺ ബിൽഡിങ്ങിൽ ഇത് പ്രൈവറ്റായ അത് ഒരു മ്യൂസിയം കണക്ക് വെച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഫ്രീ ആണ്. വളരെ തുച്ഛമായ ടൈമിൽ നമുക്ക് തരത്തുള്ളത് കറങ്ങി കാണാനായിട്ട് ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, വാ. ഇത് നോക്കി, നമ്മളെ മിനി കൂപ്പറാണേ. മിനി കൂപ്പർ നമ്മൾ പഴയ എന്താണ് ഇതിൻ്റെ ഒരു ലോഡ്ജാണ്, എനിക്കറിയില്ല ഏത് വണ്ടിയാണ്. എല്ലാം പഴയ മോഡൽ വാഹനങ്ങളുടെ ഒരു ലോട്ട് ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. പഴയ മോഡൽ വാഹനങ്ങളുടെ ഇതൊരു പ്രൈവറ്റ് വ്യക്തിയുടെ അണ്ടറിലുള്ളതാണ്. പ്രൈവറ്റ് വ്യക്തിയുടെ തന്നെ. ഇത് റോൾസ് റോയ്സ് ഇത് ഫുള്ള് പ്രൈവറ്റ് വ്യക്തി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഒരു വിൻറ്റേജ് കാറിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഈ വ്യക്തിയുടെ കയ്യിലുണ്ട്. ദുബായിലാണ്. ഒരു എയർക്രാഫ്റ്റ് കിടക്കുന്നുണ്ട്, ഞാൻ അതിലേ വരാം, കാണിച്ചു തരാം. ഒരുപാട് വിൻറ്റേജ് കാർസ് പ്രൈവറ്റ് കളക്ഷനാണ്. ഇത്രയും കാറ് ആ പുള്ളി. അപ്പോൾ എന്തൊരു കാറ് പ്രേമിയായിരിക്കും അദ്ദേഹം. ഇതുണ്ട് നമ്മുടെ നാട്ടിലെ പഴയ പ്രീമിയർ പത്മിനി, അതൊരെണ്ണം കിടപ്പുണ്ട്. നോക്കൂ, വീഡിയോസ് ഞാൻ അവരോട് ചോദിച്ചിട്ടാണ് എടുക്കുന്നത്. അവരെടുത്തോളാൻ പറഞ്ഞു. ഇത് കണ്ട നമ്മളെ പഴയ മോഡൽ വണ്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഇതൊക്കെ അങ്ങനെ ഇത് മെയിൻറ്റെയിൻ, ഇതെല്ലാം നല്ലോണം റണ്ണിങ് കണ്ടീഷനാണ് കേട്ടോ. എല്ലാം നല്ലോണം റണ്ണിങ് കണ്ടീഷനിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അവരാകെ 10 മിനിറ്റേ അലോഡ് വന്നിട്ടുള്ളൂ എനിക്ക് വീഡിയോ ചെയ്യാൻ. ഞാൻ വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ട്, ഈ സൈഡിലുണ്ട്. ഞാൻ 10 മിനിറ്റ് കൊണ്ട് മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഫാസ്റ്റ് ആക്കുന്നത് കേട്ടോ. പ്രൈവറ്റ് വ്യക്തിയുടെയാണ്. പൈസയൊന്നും ടിക്കറ്റൊന്നും വാങ്ങുന്നതല്ല കേട്ടോ. കാണുന്നവർക്ക് വന്ന് ഫ്രീയായിട്ട് കണ്ടിട്ട് പോകാം. പക്ഷേ 10 മിനിറ്റാണ് എനിക്ക് തന്നത്. സാധാരണ 20-25 മിനിറ്റ്, അരമണിക്കൂറൊക്കെ കൊടുക്കാറുണ്ട്. വണ്ടിയിലൊന്ന് തൊടാനും ഡോറിന്ന് തുറക്കാനും പാടില്ല കേട്ടോ. ഇതുണ്ട് പഴയ ഏത് വണ്ടിയാണ്? മോട്ടോർ ഓഫ് അമേരിക്കയുടെ ഒരു പഴയ മോഡൽ വണ്ടിയാണ്. ഈ സൈഡിലും കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇത്രയും വിൻറ്റേജ് കാർ കളക്ഷൻസ് പുള്ളിയുടെ കയ്യിലുണ്ടെങ്കിൽ ആലോചിക്കും പുള്ളി എന്തോരം വണ്ടി പ്രേമിയായിരിക്കും. നമ്മളൊക്കെ 2 വണ്ടി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പാട് നമുക്കറിയാം. ഇൻഷുറൻസ്, ടാക്സ് എല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം റണ്ണിങ് കണ്ടീഷനാണ്. പഴയ ഫെറാരി. ഇതൊക്കെ ഇവിടെ മണ്ട സാധനം കിടപ്പുണ്ട്. ഇതൊരു ഇതാണ്, ഒരു ക്ലാസിക് ലിങ്കണാണ്. എന്താ ഇനി ഇവിടെയാണ് നല്ല സൂപ്പർ ഒരു ഐറ്റം കിടക്കുന്നത്. നോക്ക്, ഒരു എയർക്രാഫ്റ്റ്, പഴയൊരു എയർക്രാഫ്റ്റ്. എല്ലാം റണ്ണിങ് കണ്ടീഷനാണ് കേട്ടോ. ഇതിപ്പോൾ മിക്കവാറും എടുക്കുന്നില്ലായിരിക്കും. പറത്തണമല്ലോ, പറത്തിയല്ലേ എടുത്തോളൂ. നോക്കൂ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ ദുബൈയിലുണ്ടായിട്ട് ഇപ്പോഴാണ് ഞാൻ ഈ സ്ഥലത്ത് വരുന്നത് കേട്ടോ. അത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ജോലി തിരക്ക് കാരണം വരാൻ കഴിഞ്ഞിട്ടില്ല. ഇത് നോക്കി, അടിപൊളിയായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റൊക്കെ ഇത്രയും അടുത്ത് നിന്ന്, ഇത്രയും ചെറിയ എയർക്രാഫ്റ്റൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒക്കെ ചെയ്യാം, ജസ്റ്റ് എന്തോടെയൊക്കെ ചെയ്യാം. ഇത് ഡോറൊന്നും ഓപ്പൺ ആക്കരുത് നമ്മൾ, കാരണം വരുന്നവർ മിസ്യൂസ് ചെയ്യും വണ്ടികൾ കയറി ഇരുന്നും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ്. ഇതേത് വണ്ടി? ഇത് അടിപൊളി വണ്ടി കേട്ടാ. ഇന്ത്യയിൽ സൂപ്പർ കേട്ടാ. എനിക്ക് അടിപൊളിയല്ലേ? അപ്പോൾ ഇവിടെ പിന്നെ നമ്മുടേതല്ല, ഇവിടുത്തെ ഒരു പഴയ ബൈക്കാണ് കേട്ടോ, LML. നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു.
സ്പീഡ്, ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ബൈക്കാണ്. പക്ഷെ ഇവിടെയൊക്കെ ഇത് റെയറാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇത് റെയറാണ് ബൈക്ക്. അതുകൊണ്ടാണ് ടയറിൻ്റെ വീതി നോക്കിയാണ് നമ്മുടെ നാട്ടിലൊരു ലോറിയുടെ ടയറിൻ്റെ 2 ടയറിൻ്റെ വീതിയുണ്ട്. ഒരു ലോറിയുടെ, സത്യം ഞാൻ തമാശ പറയുന്നത്, ഒരു ലോറിയുടെ 2 ടയറിൻ്റെ വീതിയുണ്ട്. ഇത്ര ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ നാട്ടിലെ ഒരു ലോറിയുടെ ടയറിൻ്റെ വീതി. അമ്മാതിരി രണ്ട് വിൻറ്റേജ് വണ്ടിയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സീറ്റ് കേട്ടാ, അടിപൊളിയല്ലേ. ആ സൈഡിലുണ്ട് കേട്ടാ. ഞാൻ അവർ ടൈം കുറച്ചേ തന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഓടിച്ചെടുക്കുന്നത്. പിന്നെ എല്ലാം വണ്ടികളെല്ലാം അത്രയും ഗ്യാപ്പില്ലാത്ത രീതിയിൽ, അത്രയും വണ്ടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഗ്യാപ്പില്ലാത്ത രീതിയിലാണ് അവർ വണ്ടി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കയറി കാണാനൊക്കെ ഒരുപാട് വണ്ടിയുണ്ട് കേട്ടോ, വിൻറ്റേജ് കാർ. നോക്കി, ഇത് നമ്മളെ ജീപ്പ്, നമ്മളെ നാട്ടിലെ ജീപ്പ്. ഇത് കാണിച്ചില്ല, ഇത് കാണിക്കാൻ വിട്ടുപോയി. ഇതെന്താ എൻ്റെ മോനെ, എന്താ ഇത്? ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ട്രക്ക് അവിടെ കിടപ്പുണ്ട്. പക്ഷെ നമുക്കങ്ങോട്ട് കയറാനുള്ള ഗ്യാപ്പില്ല. ദുബൈയിലാണ് കേട്ടോ. ഇത് നോക്കിയേ, ഈ ജീപ്പ് നോക്കിയേ, വില്ലീസ് ലെങ്ത്തുള്ള, ഇങ്ങ് ലെങ്തായിട്ട് അങ്ങ് കിടക്കുകയാണ്. ഇത്ര സൈഡും ഉണ്ടേ. ഇതൊക്കെ AC-യിൽ ഇത് പ്രൈവറ്റ് ബിൽഡിംഗ് ആണ് കേട്ടോ. പ്രൈവറ്റ് വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്, ഗവൺമെൻറ്റിൻ്റെ അല്ല. ഫ്രീ ആണ് കേട്ടോ, ആർക്കും പൈസ ഒന്നും കൊടുക്കണ്ട. സാധാരണ 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് ഒക്കെ അലോഡ് ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ അടുത്ത് 30 മിനിറ്റ്സ് 10 മിനിറ്റ്സേ പറഞ്ഞിട്ടുള്ളൂ. 10 മിനിറ്റ് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞത് 10 മിനിറ്റ് തരാൻ പറ്റുള്ളൂ എന്നുള്ളത്. കുറച്ചുകൂടെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നു. ഇത് നമ്മുടെ പഴയ പ്രീമിയർ പത്മിനിയാണ്. നമ്മുടെ നാട്ടിലെ മോഡൽ ഒരു വണ്ടിയാണ്. പക്ഷേ ഇത് പ്രീമിയർ ആണോ അല്ലയെന്ന് എനിക്കറിയില്ല, കാരണം 2 ഡോറേ ഉണ്ട്. ഇത് കിടക്കുന്നത് ആ ഒരു ജീപ്പ്, ഇതുപോലൊരു ജീപ്പ് എടുക്കണമെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഓഫ് റോഡ് സത്യം ഭയങ്കര ആഗ്രഹമാണ്. നാട്ടിൽ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. വണ്ടികളെ കണ്ട ഷവർലെറ്റിൻ്റെ ഷവർലെറ്റിൻ്റെ രാജാവ് ആണ്ടിറങ്ങുന്നത് വേറെ ഒന്നും. ഇതും ഷവർലെറ്റിൻ്റെ കാണാനുണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ മുതലായി. മീൻസ് നമ്മൾ മെട്രോ കയറി വരണമെന്നുള്ളതേ ഉള്ളൂ. എന്ത് രീതി, എല്ലാം റണ്ണിങ് കണ്ടീഷനാണ് കേട്ടോ വണ്ടി. ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് അവർക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊന്നും എടുക്കേണ്ടി വരില്ല. ടാക്സും മിക്കവാറും അടയ്ക്കേണ്ടി വരില്ല, റോഡ് ടാക്സ്. പക്ഷേ മെയിൻ്റനൻസ് എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികളാണ് കേട്ടോ. ഇത് കണ്ട അടിപൊളിയല്ലേ. അവിടെ ഒരു പഴയ ഫയർ ട്രക്ക് കിടപ്പുണ്ട്, കാണിച്ചത്. ഇത് ഡോഡ്ജാണോ? ഇത് ഡോഡ്ജാണെന്ന് തോന്നുന്നു. ഇതില്ല, ഇത് ലംബോർഗിനിയാണ്. എന്താ ലംബോർഗിനി, പഴയ ലംബോർഗിനിയാണേ. അടിപൊളിയല്ലേ. ഈ മോഡൽ ലംബോർഗിനി ആദ്യമായിട്ട് കാണാൻ കേട്ടോ. സത്യം ഇതൊക്കെ നോക്കി, ഇതൊക്കെ ഇപ്പോൾ കൊടുത്താലും കോടിയിൽ കിട്ടും കേട്ടോ. നമ്മൾ ഹോണ്ടസയുടെ ഒരു മോഡൽ നോക്കിയേ, നമ്മുടെ നാട്ടിലെ ഹോണ്ടസയുടെ ഒരു മോഡൽ. ഇതെന്താ കാർ നമ്പർ 4. ഇതിൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേതാണ്? റോവർ, റേഞ്ച് റോവറിൻ്റെ ആണ് അത്. റോവർ 100 സെഡാൻ മോഡൽ, ഇൻ കളർ, ബ്ലാക്ക്, നമ്പർ പ്ലേറ്റ്, പേജ് നമ്പർ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് BMW പഴയ വണ്ടി, BMW. ഇതൊരു പഴയ ഫയർ ട്രക്കാണ്. ഫയർ ട്രക്ക് ഇതുവരെ പുള്ളി വിലയ്ക്ക് വാങ്ങിച്ച് ഇവിടെ ഇട്ടിട്ടുണ്ട്. നോക്കി, സത്യം കേട്ടാ, പുള്ളി എന്തോരം ക്രൈസ് ഉണ്ടാവും പുള്ളിക്ക്, വണ്ടി ക്രൈസ്. അടിപൊളിയല്ലേ.
സത്യം സമ്മതിച്ചു കൊടുത്തേ പറ്റും. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൽ കാണിക്കാനായിട്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് അടിപൊളിയാണ്. ഇതിനകത്ത് കിടക്കുന്ന വണ്ടികളാണ്. ഇത് നമ്മൾ പഴയ ജീപ്പ്, ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിൽ കിടക്കുന്ന വണ്ടികൾ കാണാനായിട്ട് പറ്റുന്നില്ല. ഇത് നമ്മുടെ പഴയ ലാൻഡ് റോവറാണ്. ലാൻഡ് റോവർ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞൂടാ. അറിയാവുന്ന രീതിയിൽ ഇത് ഫോർഡിൻ്റെ മറ്റേ നമ്മളിങ്ങനെ പിടിച്ച് കൈകൊണ്ടും പിടിച്ച് കറക്കി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വെഹിക്കിളാണ് കേട്ടോ. ഇത് ഈ ലിവറിൽ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി സ്റ്റാർട്ടാക്കണം. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് സിട്രോൺ എന്ന് പറയുന്ന ഒരു കമ്പനി. അതൊക്കെ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ഇത് പണ്ടത്തെ കിട്ടിലെ വണ്ടികളായിരിക്കും കേട്ടോ, ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇത് മിനി കൂപ്പർ. ഇതൊക്കെ ഇപ്പോഴും റോട്ടിൽ ഓടുന്നു കേട്ടോ, ഇതേപോലത്തെ വണ്ടികൾ. ഇതറിഞ്ഞൂടെ നമ്മുടെ ഇതൊന്ന് ഇതിലുള്ള കാർ ഇതിലിങ്ങനെ ഇങ്ങനെ കറക്കി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഫോർഡിൻ്റെ വണ്ടിയാണ്. ഇതും ഫോർഡ് തന്നെ കേട്ടോ. ഇതെല്ലാം പണ്ടത്തെ മോഡലിനെ കറക്കി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ. സ്റ്റിയറിംഗ് വീല് തന്നെ കണ്ടില്ലേ, ഇന്നത്തെ നമ്മളെ റേസിംഗ് കാറുകൾക്കൊക്കെ അനുസരിച്ച് നമ്മൾ വയ്ക്കുന്നില്ലേ, അങ്ങനെയുള്ള സ്റ്റിയറിംഗാണ് അന്നത്തെ കാലത്ത് തന്നെ. പിന്നെ വുഡിൻ്റെ ഡാഷാണ് വന്നിരിക്കുന്നത് കേട്ടോ, വുഡിൻ്റെ ഡാഷ്. ഇത് പഴയ മിനി കൂപ്പറാണ്. മിസ്റ്റർ ബീൻ്റെ കയ്യിലൊക്കെ ഉള്ള വണ്ടിയാണല്ലോ. ഇത് ഫോർഡിൻ്റെ വണ്ടിയാണ്, ഫോർഡ് ഡീലക്സ്. പിന്നെ വേറൊരു സാധനം ഇതിൻ്റെ ഡാഷൊക്കെ എന്നിട്ട് പഴയ കാലത്തെ ട്രാഫിക് സ്റ്റിയറിംഗ് വീലൊക്കെ ഉണ്ട്, ഇന്റീരിയർ കാര്യങ്ങൾ. ആർമി ജീപ്പ്. സത്യത്തിൽ ഇതോടെ തോന്നുന്നുണ്ട് ഭയങ്കര ആക്ടറായിട്ട്. പക്ഷേ പൊളി കേട്ടാ. ഇതൊക്കെ ഒരു കലയാണ് നാട്ടിലുള്ള വൈകിട്ടല്ലേ. നമ്മുടെ നാട്ടിലെ വലിയ സ്റ്റീഫാണോ? അല്ല, വേറെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. കുറച്ചൊരു പമ്മിയ ടൈപ്പ് വണ്ടിയാണ്, പൊക്കം കുറഞ്ഞിട്ട് നല്ല ഹൈറ്റ് കുറവുണ്ട്. എനിക്കാണ് എൻ്റെ അത്ര എന്നെക്കാട്ടും ഹൈറ്റ് കുറവാണ് ഈ വണ്ടിക്ക്. ഇവിടെ ഉണ്ട്, ഇവിടെയും കിടപ്പുണ്ട് ഒരു ആർമിയുടെ. ഓഫീസ് കണക്കോ എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഇവിടെയും കുറച്ച് ഫോട്ടോസ്. ഇതിൽ ആരെങ്കിലും ഒരാളായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ രാജാവിൻ്റെ കൂടെയൊക്കെയുള്ള ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വലിയ ആളാണ്. പഴയ ഫോട്ടോസും അതിന് എന്തെങ്കിലും ഹിസ്റ്ററി ഇനി പുള്ളി അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ആണോ എന്നറിയില്ല. ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പഴയ വണ്ടികളുടെ ഫോട്ടോ അതിൻ്റെ ഇതൊക്കെ കിട്ടിയിട്ടെ. ഏജൻറ് ഓഫ് ദ ഫാമിലി മെഡലിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ. അൾ സർക്കിൾ എവരാണിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അൾ സർക്കിൾ ഫാമിലി ഹിസ്റ്ററി. അൾ സർക്കിൾ എന്ന് പറയുന്ന ബിൽഡിങ്ങാണിത്. ഈ അൾ സർക്കിൾ ബിൽഡിങ്ങിലാണ് ഇത്രയും കാർ കളക്ഷൻ ഉള്ളത്. ഇത് ഫുള്ള് അവരെ ആ ഫാമിലിയിലുള്ള ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ്, സ്വകാര്യ വ്യക്തിയുടെ ബിൽഡിങ്ങാണ് കേട്ടോ. ബിൽഡിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഓഫ്.